2024 ഫോക്സ് വാഗന്റെ ആനുവൽ ബ്രാൻഡ് കോൺഫറൻസ് ഇന്ന് ജയ്പൂരിൽ വെച്ച് നടക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം 2023 കോൺഫറൻസ് നടന്നത് കൊച്ചിയിൽ വെച്ചായിരുന്നു. കൊച്ചിയിൽ വെച്ച് പല പല വേരിയൻസ് അവർ കൊണ്ടുവന്നിരുന്നു, ടൈഗുണ്ടേയും വേർട്ടിസിന്റെയും. ഇത്തവണയാണെങ്കിലും കൊണ്ടുവന്നിരിക്കുന്നത് വളരെ നന്നായിട്ട് തന്നെ വിറ്റഴിക്കുന്ന ഫോക്സ് വാഗന്റെ ഇപ്പോൾ ലൈനപ്പിലുള്ള വേർട്ടിസിന്റെയും ടൈഗുണ്ടേയും പുതിയ രണ്ട് വേരിയൻസ് ഇന്നിവിടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ടൈഗുൺ GT പ്ലസ് സ്പോർട്ടും അതുപോലെ തന്നെ വേർട്ടിസിന്റെ GT പ്ലസ് സ്പോർട്ട് എന്ന് പറയുന്ന രണ്ട് വേരിയൻസും, അതുപോലെ തന്നെ ടൈഗുണിന്റെ GT ലൈൻ 1 ലിറ്റർ വെച്ചിട്ടുള്ള GT ലൈൻ ഇവിടെ ലോഞ്ച് ചെയ്യുന്നത്. അതിനേക്കാൾ ഉപരി ഫോക്സ് വാഗന്റെ ലൈനപ്പിൽ ഒരു ഇലക്ട്രിക് വാഹനം നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്താണ്. ആ ഒരു ID.4 ഇന്ന് ഈ ഒരു കോൺഫറൻസിൽ വെച്ചിട്ട് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ID.4 എന്താണെങ്കിലും ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ളതിന്റെ ഒരു ഉറപ്പുകൂടിയാണ് ഇന്ന് ഇവിടെ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. ടൈഗുണ്ടേയും അതുപോലെ തന്നെ വേർട്ടിസിന്റെയും ഡിഫറെൻറ്റ് വേരിയൻസ് ആണ്. ക്രോം എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് വേരിയൻസ് ഉണ്ട്. ക്രോമിൽ തന്നെ 1.5 1 ലിറ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. GT പ്ലസും GTയും അതുപോലെ തന്നെ അത് ക്രോമിൽ കിട്ടുന്നു. അത് 1.5 ലിറ്ററിലായിരിക്കും അത് കിട്ടുക. അതുപോലെ ക്രോമിൽ 1 ലിറ്ററിന് കിട്ടുന്നത് ടോപ്പ് ലൈൻ, ഹൈ ലൈൻ, കംഫർട്ട് ലൈൻ എന്ന് പറയുന്ന ഡിഫറെൻറ്റ് വേരിയൻസ് ആണ്. ഇപ്പോൾ സ്പോർട്ടിൽ വന്നിരിക്കുന്നതാണ് പുതിയൊരു അഡീഷൻ വന്നിരിക്കുന്നത്. സ്പോർട്ടിൽ GT പ്ലസ് എന്ന് പറയുന്നത് GT പ്ലസ് സ്പോർട്ട് എന്ന് പറയുന്ന വേരിയന്റിൽ 1.5 ലിറ്റർ മാത്രമായിരിക്കും കിട്ടുക. അത് കൂടാതെ GT ലൈൻ ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്ന 1 ലിറ്ററിലും ഇനി സ്പോർട്ട് വേരിയന്റ് കിട്ടും GT ലൈൻ എന്ന് പറയുന്നത്. അത് കൂടാതെ GT എഡ്ജ് ഉണ്ട് 1.5. അതിനകത്താണ് ഈ മാറ്റ് എഡിഷനും അതുപോലെ ഡീപ്പ് ബ്ലാക്ക് പേൾ എഡിഷനും കിട്ടിയിരിക്കുന്നത്. അത് 2023 കോൺഫറൻസിലാണ് നമ്മൾ ആ വാഹനം ആദ്യമായിട്ട് കണ്ടത്. എന്താണെങ്കിൽ ഇത്രയും വാഹനങ്ങളാണ് വന്നിരിക്കുന്നത്. പക്ഷേ എന്നെ എക്സൈറ്റഡ് ആക്കുന്നത് വേർട്ടിസിന്റെ GT പ്ലസ് സ്പോർട്ടും അതുപോലെ തന്നെ ID.4 ആണ്. ടൈഗുണ്ടേയും GT പ്ലസ് സ്പോർട്ട് വന്നിട്ടുണ്ട്. അത് രണ്ടും ആ ഒരു GT പ്ലസ് സ്പോർട്ട് എന്ന് പറയുന്ന രണ്ട് ടൈഗുണിലും വേർട്ടിസിലും ഉള്ള രണ്ട് വാഹനവും 1.5 ലിറ്ററിലായിരിക്കും ലഭിക്കുക. നമുക്കൊന്ന് അടുത്തുണ്ട്. ഇതാണ് വേർട്ടിസിന്റെ GT പ്ലസ് സ്പോർട്ട്. കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ലുക്സ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു വാഹനമാണ് വേർട്ടിസ്. അതിനകത്ത് GTയുടെ ബാഡ്ജിങ് വന്നിട്ട് GT പ്ലസ് സ്പോർട്ട് എന്ന് പറയുന്നത് പുതിയൊരു വേരിയന്റ് ആയിട്ടാണ് വേർട്ടിസ് കൊണ്ടുവന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ബ്ലാക്ക് ചെയ്തു. അതുപോലെ വീൽസ് ആണെങ്കിലും ഒരു ബ്ലാക്ക് വീൽസിൽ റെഡ് കാലിപ്പർ വന്ന് 16 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. സൈഡിൽ GTയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈഡിൽ ഈ ഒരു ട്രിപ്പിസോയിഡൽ വിങ് അല്ലെങ്കിൽ ഒരു ലിപ്പ് എന്ന് പറയുന്ന ഭാഗമാണ് ഇതും ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. സൈഡിൽ ഈ ഒരു ഭാഗവും എല്ലാം ബ്ലാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ബാക്കിലേക്ക് നോക്കിയാൽ നമുക്ക് സ്പോയിലർ കിട്ടുന്നുണ്ട്, ഫുൾ ബ്ലാക്ക് ചെയ്ത സ്പോയിലർ. ഇത് കൂടാതെ GTയുടെ ബാഡ്ജിങ് റെഡ് കളറിൽ താഴെ ഡിഫ്യൂസർ സ്റ്റൈലിങ്ങും നൽകിയിട്ടുണ്ട്. സോ അതാണ് ഇതിനെ ഒരു വ്യത്യസ്തമാക്കുന്നത് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മോഡലിൽ നിന്ന്. അത് കൂടാതെ റൂഫും ഇപ്പോൾ ഒരു ഗ്രേ ഷെയ്ഡാണ് നൽകുന്നത്. സൺറൂഫ് നൽകിയിട്ടുണ്ട്. ഇന്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് സ്ട്രക്ചർ തന്നെയാണ്. അതിനകത്ത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ കൊടുത്തിട്ട് കുറച്ച് സിൽവർ ആക്സൻസും നൽകിയിട്ടുണ്ട്. ഇന്റീരിയൽ ഡിസൈനിലൊന്നും വ്യത്യാസമില്ല, എന്നാൽ ഈ ഒരു ഭാഗം ബ്ലാക്ക് ആക്കിയതെല്ലാം നല്ല ഭംഗിയുണ്ട്. അതുപോലെ സീറ്റ്സ് ആണെങ്കിലും വെന്റിലേറ്റഡ് സീറ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗിലാണെങ്കിലും GT ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് ആക്സൻസും സ്റ്റിയറിംഗിൽ കൊടുത്തിട്ടുണ്ട്. സോ പ്രോപ്പർ ഒരു സെഡാൻ സ്ട്രക്ചറിൽ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷും എല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ആംബിയൻ ലൈറ്റിംഗ് ഫുൾ റെഡിലും ഉണ്ട്. സോ ഇറ്റ്സ് മോർ ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു സ്പോർട്ടിയർ വേർഷനായിട്ടാണ് ഇപ്പോൾ വേർട്ടിസിനെ GT പ്ലസ് സ്പോർട്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഫോക്സ് വാഗൺ. ഇത് വേർട്ടിസ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വേർട്ടിസ് ആണ്. ഇത് കൂടാതെ ടൈഗുണിലും ഈ ഒരു GT പ്ലസ് സ്പോർട്ട് എന്ന് പറയുന്ന വേരിയന്റ് ഉണ്ട് 1.5. സോ ഈ ഒരു വേരിയന്റ് നമുക്ക് 1.5 ലിറ്ററിൽ മാത്രമാണ് ലഭിക്കുന്നത്. 1 ലിറ്ററിൽ നമുക്ക് കിട്ടുന്നത് GT ലൈനാണ്. അത് കാണിച്ചു തരാം. GT ലൈൻ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. GT ലൈൻ 1 ലിറ്ററിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. നേരത്തെ നമുക്ക് GT എന്ന് പറയുന്നത് 1 ലിറ്ററിൽ അവൈലബിളേ അല്ലായിരുന്നു. ഇപ്പോൾ GT ലൈൻ എന്നുള്ള പേരിട്ട് GT മാത്രമാണെങ്കിൽ 1.5 ആയിരിക്കും. ഇപ്പോൾ GT ലൈൻ എന്നുള്ള പേരിൽ 1 ലിറ്റർ കിട്ടുന്നുണ്ട്. സോ ആ ഒരു ഫുൾ ബ്ലാക്ക് ചെയ്ത ഫീൽഡിൽ നമുക്കിപ്പോൾ 1 ലിറ്ററും കൂടെ ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഈ സൈഡിലെല്ലാം GT ലൈൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ 1.5 വരുമ്പോൾ ഇത് GT ആണ്. അലോയ് വീൽസ് വരുന്നത് ഒരു ബ്ലാക്ക് ചെയ്ത അലോയ് വീൽസ് ആണ്. എന്നാൽ GTയിൽ നമുക്ക് കിട്ടുന്ന റെഡ് കാലിപ്പർ നമുക്ക് GT ലൈനിൽ കിട്ടുന്നില്ല. വേറെ വ്യത്യാസങ്ങളൊന്നും സൈഡിൽ നോക്കുമ്പോഴില്ല. ആ ഒരു ഫുൾ ബ്ലാക്ക് ചെയ്ത ഫീൽ തന്നെ വരുന്നുണ്ട്. ബാക്കിലാണെങ്കിലും ടൈഗുൺ GT ലൈനിന് ഈ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. TSI ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതും ബ്ലാക്ക് ചെയ്ത ബ്രാൻഡിങ്ങിലാണ് വരുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നും നമുക്ക് കാണാനില്ല. ഡിസൈൻ സെയിം ആണ്. ആ ഒരു വേരിയൻസിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഗുഡ് ന്യൂസ് ഇസ് 1 ലിറ്ററിലും ഇപ്പോൾ ഒരു GT ലൈൻ എന്ന് പറയുന്ന ഒരു വേരിയന്റ് കൂടെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് കാണേണ്ടത് ഫോക്സ് വാഗൺ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും ആദ്യം അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ ഇലക്ട്രിക് വാഹനമായ ID.4 എന്നിവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ID.4 ഇന്ത്യയിലേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലേക്ക് ഒട്ടുമിക്ക മാനുഫാക്ചേഴ്സും ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഫോക്സ് വാഗൺ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നാണ് അല്ലെങ്കിൽ ഇലക്ട്രിക് കാർ എന്നാണ് കൊണ്ടുവരുന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇപ്പോൾ ഫോക്സ് വാഗൺ ID.4 കൊണ്ടുവന്നിരിക്കുന്നത്. ID.4 ഗ്ലോബൽ മോഡലായിട്ടാണ് നിൽക്കുന്നത്.
2021 ID4 എന്ന വാഹനം ആദ്യമായിട്ട് ഗ്ലോബൽ മാർക്കറ്റിൽ വന്ന് അന്ന് ഒരുപാട് അവാർഡ്സ് എല്ലാം കിട്ടിയ ഒരു മോഡലുമാണ് ID4. സോ ഒരു ഡൗട്ടും ഇല്ല, ഇറ്റ്സ് എ ഗുഡ് കാർ. ഇപ്പോൾ ഇതിനൊരു സൈസൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈസിൽ ഇപ്പം ഹ്യുണ്ടായുടെ അയോണിക് 5 ഉണ്ട്, അതുപോലെ തന്നെ ആറ്റോ 3യേക്കാൾ കുറച്ചും കൂടി വലുപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ഇതൊരു അവാർഡ് വിന്നിങ് വാഹനമായതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ ലെങ്ത്തിൽ ഒരു ചെറിയ DRLs അങ്ങേയറ്റം ഒരു ഹെഡ്ലൈറ്റ്സ് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇതാണെങ്കിലും ഒരു ഇലുമിനേറ്റഡ് ഫോക്സ്വാഗൻ്റെ ഒരു ബാഡ്ജിങ് ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. സോ ഇലക്ട്രിക് ആയതുകൊണ്ട് ഒരുപാട് ഇലുമിനേറ്റഡ് ബാഡ്ജിങ് ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഇതിൻ്റെ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോക്സ്വാഗനിൽ നമ്മൾ കാണുന്ന ആ ഒരു സ്റ്റൈലിങ്ങിലല്ല, കംപ്ലീറ്റ്ലി ഒരു ഇലക്ട്രിക് കാർ സ്റ്റൈലിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സൈഡ് പ്രൊഫൈലിൽ നോക്കിയിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ബിഗ് കാർ. നല്ല വീൽ ബേസും കാര്യങ്ങളും എല്ലാം ഉള്ള ഇതൊരു ഗ്ലോബൽ മോഡൽ അല്ലെങ്കിൽ ഒരു CBU ആയിട്ടായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ സൈസും കാര്യങ്ങളും നമുക്ക് അത്ര ഉറപ്പില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു 19-inch വീൽസ് ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇത് തന്നെയായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. D4ൻ്റെ ചാർജിങ് പോർട്ട് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. DC ഫാസ്റ്റ് ചാർജിങ്ങിനെയും AC ചാർജിങ്ങിനെയും പോർട്ട് അവിടെ തന്നെ വരുന്നു. അതുപോലെ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുൾ ലെങ്ത് ഒരു ടെയിൽ ലാമ്പ് ടു ടെയിൽ ലാമ്പ് കണക്ട് ചെയ്യുന്ന ലൈറ്റ് കാണാം. ഫ്രണ്ടിൽ നമ്മൾ ഹെഡ് ലാമ്പ് ടു ഹെഡ് ലാമ്പ് കണക്ട് ചെയ്യുന്ന ഒരു LED സ്ട്രിപ്പ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ബാക്ക് ഡിസൈൻ നല്ലതാണ്, രസമുണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ ബൂട്ട് സ്പേസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇലക്ട്രിക് വാഹനമാകുമ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ബൂട്ട് സ്പേസ് ഇപ്പോൾ ID4 നൽകുന്നത്. ഏകദേശം 500+ 543 എന്നുള്ളതാണ് അറിയാൻ പറ്റിയിരിക്കുന്നത്. 543 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ഇപ്പോൾ ID4 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ 60-40 എന്ന രീതിയിൽ നമുക്ക് ബാക്ക് സീറ്റ് സ്പ്ലിറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യാനും പറ്റും. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു സ്റ്റോറേജ് ഏരിയയും അതുപോലെ കേബിളൊക്കെ വയ്ക്കാനും അല്ലെങ്കിൽ അത്യാവശ്യം ഉള്ളൊരു സ്റ്റോറേജ് ഏരിയയും നൽകുന്നുണ്ട്. ഇപ്പോൾ ID4ൻ്റെ ബൂട്ടിൽ ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാൻ പറ്റുന്നൊരു ബൂട്ടിലിട്ടും ഇപ്പോൾ ID4 വരുന്നുണ്ട്. സോ ID4ൻ്റെ ഇൻറ്റീരിയർ ആണ് ഗ്ലോബലി വരുന്ന ID4ൻ്റെ ഇൻറ്റീരിയർ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ സ്റ്റിയറിംഗും എല്ലാം നമ്മൾ ഫോക്സ്വാഗൻ്റെ സ്റ്റിയറിംഗിൽ കണ്ടിരിക്കുന്ന പോലെയാണ്. അതിൻ്റെ ഈ ഒരു സ്വിച്ചസും എല്ലാം നമ്മൾ കാണാത്തതാണ്. ഇത് ഇന്റർനാഷണൽ മോഡലുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്രീൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത് ഒരു 5.3 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. ചെറിയൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. എന്നാൽ അതിൻ്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വരുന്നത് 12.9 ഇഞ്ചിൻ്റെ വലിയൊരു സ്ക്രീൻ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ സെൻറ്റർ കൺസോളിലാണെങ്കിലും ഒരു കപ്പ് ഹോൾഡേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ വയർലെസ് ചാർജർ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ, C-Type പോർട്ട് ചാർജർ അങ്ങനെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഒരു ഫുൾ റൂഫ് ലെങ്ത്തിൽ വരുന്ന ഒരു സൺ റൂഫാണ് ഇപ്പോൾ ഇതിനകത്ത് കിട്ടുന്നത്. സോ സീറ്റ്സ് എല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഗുഡ് സീറ്റ്സ്. ഇതിൽ ID4ൻ്റെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു സ്പോട്ടിയ ഫീലുള്ള സീറ്റാണ് നൽകിയിരിക്കുന്നത് ID4ൽ. സോ ഇത് തന്നെയാണോ ഇന്ത്യയിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CBU ആയിട്ടാണ് വരുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെയുള്ള ഇൻറ്റീരിയർ ഉള്ള വാഹനമായിട്ടായിരിക്കും ഒരു പക്ഷേ ഫോക്സ്വാഗൻ ID4നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ബാക്ക് സീറ്റിൽ സ്പേസ് ഒന്നും വലിയ പ്രശ്നമില്ലെങ്കിൽ പോലും അതിൻ്റെ അണ്ടർ തൈ സപ്പോർട്ട് ഒരല്പം കുറവാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അതിൻ്റെ പ്ലാറ്റ്ഫോം പൊങ്ങിയാണ് വരുന്നത്. അതിൻ്റെ ബാറ്ററി പാക്ക് ഫ്ലോറിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ പ്ലാറ്റ്ഫോം കുറച്ച് പൊങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു സെൻറ്ററിൽ തന്നെ നമുക്കൊരു കപ്പ് ഹോൾഡറും ഇൻട്രസ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ AC വെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഒരു കംഫർട്ടബിൾ സോണാണ് വരുന്നത്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് 3 പേർക്ക് ഇരിക്കണമെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്പേസുമാണ്. ഇത്രയൊക്കെയാണ് 2024 ഫോക്സ്വാഗൻ ആനുവൽ ബ്രാൻഡ് കോൺഫറൻസിൽ നടന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ടൈഗുൻ്റെയും വേർട്ടിസിൻ്റെയും പല പുതിയ വേരിയൻസ് വന്നെങ്കിലും ഒരു ഫോക്സ്വാഗൻ്റെ ലൈനപ്പിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ വരാൻ ആഗ്രഹിച്ച ഒരു ഇലക്ട്രിക് വാഹനം കൂടി ഇത്തവണ വന്നിട്ടുണ്ട്, ID4. സോ അതാണ് ഒരു ഗുഡ് ന്യൂസ് എന്ന രീതിയിൽ ഫോക്സ്വാഗൻ്റെ ലൈനപ്പിൽ വന്നിരിക്കുന്നത് ഈ ഒരു കോൺഫറൻസ്.